ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മുടെ അർമേനിയൻ യാത്രാ സീരീസിന്റെ 6ാമത്തെ വ്ലോഗാണ്. ഇന്ന് നമ്മൾ ആദ്യം പോകുന്നത് ഒരു വൈൻ ഫാക്ടറിയിലേക്കാണ്, അരേനി വൈൻ ഫാക്ടറി. അതിനുശേഷം നമ്മൾ ഖോർവിരാബ് മൊണാസ്ട്രിയിലേക്കും നോറാവാങ് മൊണാസ്ട്രിയിലേക്കും അവിടുന്ന് പോകും. ഇന്നത്തെ ഒരു ദീർഘമായ യാത്രയാണ്, അതുകൊണ്ട് തന്നെ 2 എപ്പിസോഡ്സ് ആയിട്ടാണ് നമ്മൾ കാണിക്കുന്നത്. സോ അർമേനിയൻ യാത്രാ സീരീസിന്റെ 6ാമത്തെ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അവർ ചാനൽ ലൈഫ് ചാപ്റ്റർ. അങ്ങനെ ഞങ്ങൾ ഇന്ന് രാവിലെ ഒരു 7 മണിയായപ്പോൾ തന്നെ ഞങ്ങളുടെ യാത്ര ആരംഭിച്ചു. ഇന്ന് നമ്മൾ ദീർഘമായൊരു യാത്രയാണ്. ഞങ്ങളുടെ ടീമിലുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് കാണാം. ഞങ്ങൾ ഇത്രയും 6ഉം 1ഉം 7 ഡ്രൈവർ ഉൾപ്പെടെ 8 പേരാണ് ഞങ്ങളിന്ന് പോകുന്നത്. ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഡ്രൈവർ ഒരു പൊളി ചങ്ങായിയാണ്. വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളാണ് ഇന്ന് കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ ആദ്യം ചെന്നെത്തിയത് ഒരു ലോക്കൽ വൈനൊക്കെ ഉണ്ടാക്കുന്ന ഒരു ഷോപ്പിലാണ്. ഇവർ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന വൈനൊക്കെ വിൽക്കുന്ന ഒരു സ്ഥലമാണ്. Hey guys, how are you? Very nice. We are now some place where people are making homemade wine. Okay, there is fresh fruits if you like. There is peach here. Okay, you can see that. There is apples as well. They are selling as well honey. And what else? The rest you can see. Yeah. Okay. Thanks. Now you will try homemade semi-sweet wine. Okay? അങ്ങനെ ഞങ്ങൾ ലോക്കൽ മെയ്ഡ് വൈനൊക്കെ കുടിച്ച് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. വൈൻ കുടിച്ച് വീണ്ടും ഞങ്ങൾ എത്തിച്ചേർന്നത് ഒരു വൈൻ ഫാക്ടറിയിലേക്ക് തന്നെയാണ്. ഹിൻ അരേനി വൈൻ ഫാക്ടറി എന്നാണ് അതിൻ്റെ പേര്. ഇവിടെ നമുക്ക് വൈൻ ഉണ്ടാക്കുന്നതിൻ്റെ ആദ്യം മുതൽ അവസാനം വരെയുള്ള എല്ലാ പ്രോസസ്സും കാണിച്ചു തരുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഇതിവരുടെ ഒരു സ്ഥിരം ലൊക്കേഷൻ തന്നെയാണ്. ഒരുപാട് ടൂറിസ്റ്റുകൾ, ഞങ്ങളല്ലാതെ വേറെ ഒരുപാട് ആൾക്കാരും വൈൻ പ്രോസസ്സിങ് കാണാൻ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന ഈ ഫാക്ടറിയുടെ മാനേജറായ ലേഡി തന്നെയാണ് ഞങ്ങളുടെ കൂടെ വന്നിട്ട് ഞങ്ങൾക്ക് കാര്യങ്ങളൊക്കെ വിശദീകരിച്ച് തന്നത്. അപ്പോൾ അവർ ഞങ്ങളെ ആദ്യം ഒരു റൂമിലേക്ക് കൊണ്ടുപോയി അവിടെ വൈനിൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഡീറ്റെയിൽസൊക്കെ അവർ കൃത്യമായിട്ട് ഞങ്ങൾക്ക് വിവരിച്ച് തന്നു. നമ്മൾ 2 സൈഡിലും കാണാം. ഈ കാണുന്ന വലിയ ബാരലിലാണ് ഇവിടെ ആദ്യത്തെ ഘട്ട പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അതൊക്കെ കണ്ടു കഴിഞ്ഞ് വീണ്ടും ഞങ്ങളൊരു അണ്ടർഗ്രൗണ്ടിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി. ആ ഒരു അണ്ടർഗ്രൗണ്ട് ചേംബറിലാണ് ഇവർ വൈൻ ഉണ്ടാക്കിയിട്ട് ഈ ബാരലിൽ സൂക്ഷിച്ചു വെക്കുന്നത്. അപ്പോൾ അവരവിടെ നിന്നിട്ട് അതിൻ്റെ വൈൻ്റെ പഴക്കവും അതിൻ്റെ ബോട്ടിൽസ് കീപ്പ് ചെയ്തിരിക്കുന്ന സ്ഥലവും അതിൻ്റെ എല്ലാ പ്രോസസ്സും ഞങ്ങൾക്ക് വിവരിച്ചു തന്നു. അപ്പം വളരെ യൂസ്ഫുള്ളായിട്ടുള്ള ഒരു യാത്ര തന്നെയാണിത്. നമുക്ക് തീരെ പരിചിതമല്ലാത്ത കാഴ്ചകളാണല്ലോ ഇതൊക്കെ. ഇനി ഇത് കഴിഞ്ഞിട്ടാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുന്നത്. ഞങ്ങളെല്ലാവരും വളരെ എക്സൈറ്റഡ് ആയിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. നിങ്ങൾക്ക് കാണാമല്ലോ ഇവിടെ വൈൻ ടേസ്റ്റിംഗ് സെറിമണിയാണ് നടക്കാൻ പോകുന്നത്. നമുക്ക് അവിടുന്ന് അവരുടെ ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് വൈൻ നമുക്ക് ടേസ്റ്റ് ചെയ്യാൻ തരും. നമുക്ക് അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അടുത്ത സ്ഥലത്തേക്ക് യാത്ര തുടങ്ങി. ഇനി ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് യാത്ര പോകാൻ വേണ്ടിയിട്ട്. പോകുന്ന വഴിയൊക്കെ മനോഹരമാണ്. അങ്ങനെ ഞങ്ങൾ പോയി വലിയൊരു സെമിത്തേരി കടന്ന് നമുക്ക് എത്തിച്ചേരാനുള്ളത് ഖോർവിരാബ് മൊണാസ്ട്രിയിലേക്കാണ്. ഖോർവിരാബ് മൊണാസ്ട്രി അർമേനിയയിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ ഒരു മൊണാസ്ട്രികളിൽ ഒന്നാണ്. ഒരു ചെറിയൊരു കുന്നിൻ്റെ മുകളിലാണ് ഖോർവിരാബ് മൊണാസ്ട്രി സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഏകദേശം ഒരു 10 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ അവിടെ എത്തി ഞങ്ങൾ പതുക്കെ എല്ലാവരും മുകളിലേക്ക് കയറി തുടങ്ങി. അപ്പോൾ ഇവിടെ രാവിലെ ഇവരുടെ ഈ ലോക്കൽ കച്ചവട കേന്ദ്രങ്ങളൊക്കെ തുറക്കുന്നതേ ഉള്ളൂ. ആൾക്കാരൊന്നും അങ്ങനെ ആയിട്ടില്ല. കച്ചവടക്കാരെ വന്ന് പതുക്കെ സാധനങ്ങളൊക്കെ അറേഞ്ചാക്കി തുടങ്ങുന്നതേ ഉള്ളൂ. തുർക്കി ബോർഡറിനോട് വളരെയധികം അടുത്താണ് ഖോർവിരാബ് മൊണാസ്ട്രി സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ അരാരാത്ത് പർവ്വതത്തിൻ്റെ ഒരു വിദൂരമായ ദിശ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ വേണ്ടി സാധിക്കും. മഞ്ഞ് മൂടിയ അരാരാത്ത് പർവ്വതനിരകളുടെ ഒരു ദൃശ്യം നമുക്കിവിടെ നിന്ന് കാണാൻ സാധിക്കും. പക്ഷേ ഞങ്ങൾ പോയപ്പോൾ അത് കണ്ടില്ല. മേഘം മൂടിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. അർമേനിയക്കാരെ സംബന്ധിച്ചോളം അരാരാത്ത് പർവ്വതത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട്. മതപരമായിട്ടും ബിബ്ലിക്കൽ പരമായിട്ടുമൊക്കെ വളരെയധികം പ്രാധാന്യമുള്ളൊരു പർവ്വതമാണ് അരാരാത്ത് അർമേനിയക്കാരെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ ഞങ്ങൾ ഖോർവിരാബ് മൊണാസ്ട്രിയുടെ മുകളിലേക്കല്ല അതിൻ്റെ ഉള്ളിലേക്ക് നടന്നു. വിശാലമായൊരു മൊണാസ്ട്രി തന്നെയാണ്. ഖോർവിരാബ് മൊണാസ്ട്രിയുടെ മുമ്പിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. പുറകിൽ അരാരാത്ത് പർവ്വതത്തിൻ്റെ ഒരു വിദൂര ദൃശ്യം കാണാം. പക്ഷെ അത്ര ക്ലിയറായിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്ക് സംശയമാണ്.
കാരണം മുകളിലൊക്കെ മഞ്ഞ് മൂടിയിട്ടാണ് കാണുന്നത്. ഞങ്ങളങ്ങനെ പതുക്കെ മൊണാസ്ട്രിക്കുള്ളിലേക്ക് നടന്നു തുടങ്ങി. ഇത്രയും ഹൈറ്റിൽ നിന്ന് ചുറ്റുമുള്ള കാഴ്ചകളൊക്കെ ഭയങ്കര രസമുള്ളതാണ്. താഴ്വാരം മുഴുവനായും കൃഷിസ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ പതുക്കെ നടന്ന് കോർബിര മൊണാസ്ട്രിയുടെ ഉള്ളിലേക്ക് എത്തി. എല്ലായിടത്തും കാണുന്നത് പോലെ തന്നെ ഈ ചുണ്ണാമ്പ് കല്ലുകൾ ഉണ്ടാക്കിയ വിശാലമായൊരു പള്ളി അങ്കണവും പള്ളിയും ഒക്കെ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. നിങ്ങൾക്ക് കാണാം തൊട്ടുപുറയിൽ കോർബിര മൊണാസ്ട്രി. നമ്മൾ തൊട്ടുപുറയിൽ നിങ്ങൾക്ക് കാണാം. നമ്മൾ അവിടെ അടുത്ത് തന്നെയുള്ളൊരു വ്യൂ പോയിൻ്റാണ് നിൽക്കുന്നത്. വ്യൂ പോയിൻറ്റിൻ്റെ ഒരു ഇത് കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കറങ്ങി തിരികെ ഇവിടെ നിന്നിട്ട് ഇതാ ഇങ്ങനെ കുറച്ച് ഹൈറ്റിലാണ്. നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ് ചുറ്റും. നമ്മൾ ഇനിയും പോകുന്ന ഈ ഒരു മുറിക്ക് വലിയൊരു പ്രത്യേകതയുണ്ട്. ഇതിൻ്റെ അടിയിൽ ഒരു 6 മീറ്റർ താഴ്ചയിലേക്കൊരു തടവറയുണ്ട്. ഗ്രിഗറി ദ ഇല്യൂമിനേറ്റർ എന്ന് പറയുന്ന അർമേനിയൻ അപ്പോസ്തലിക് ചർച്ചിൻ്റെ ഫൗണ്ടറേയും ആദ്യത്തെ ഹെഡിനെയും തടവറയിൽ പാർപ്പിച്ചിരുന്ന ഒരു ഇടമാണ് ഈ ഒരു മുറിയിൽ. 6 മീറ്റർ താഴ്ചയിലേക്കാണ് ഇറങ്ങേണ്ടത്. നമുക്കവിടെ ഇറങ്ങി പോകാൻ ഒരു 90 ഡിഗ്രിയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഒരു ഗോവണിയൊക്കെ താഴേക്കുണ്ട്. വളരെ സൂക്ഷിച്ച് വേണം താഴേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. ധൈര്യമുള്ളവർക്കൊക്കെ ഇറങ്ങാം. ഞങ്ങളുടെ കൂടെ വന്ന കൂട്ടത്തിൽ എല്ലാവരും ഒന്നും ഇറങ്ങിയില്ല. പക്ഷേ ഞങ്ങൾ രണ്ടുപേരും അതിൽ ഇറങ്ങി അതിനകത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് തിരിച്ചു കയറിയത്. കഷ്ടിച്ച് ഒരാൾക്ക് ഇറങ്ങാനും കയറാനും മാത്രമുള്ള സ്പേസ് മാത്രമേ താഴേക്കുള്ളൂ. താഴെ നമ്മൾ വളരെ ബുദ്ധിമുട്ടിയാണ് ഇറങ്ങിയത്. താഴത്തെ കാഴ്ചകളൊന്നും കാര്യമായിട്ടൊന്നുമില്ല. ചെറിയൊരു തടവറ, അതിനകത്താണ് ഈ പുള്ളിക്കാരനെ 14 വർഷം തടവിൽ പാർപ്പിച്ചിരുന്നത്. നമുക്ക് കാണാം ഈ പറയുന്ന ഒരു മുറിക്കകത്ത് എങ്ങനെയാണ് ഒരു മനുഷ്യൻ 14 വർഷം കിടന്നിരുന്നതെന്നൊക്കെ നമുക്ക് ചിന്തിച്ച് കഴിഞ്ഞാൽ എത്തും പിടിയും കിട്ടൂല. അത്രയും താഴ്ചയിൽ ഈ തണുപ്പത്ത് എങ്ങനെയൊക്കെയാണോ ആ സമയത്ത് ഉണ്ടായിരുന്നത് എന്നുള്ളത് വളരെ അത്ഭുതപ്പെടുന്ന കാര്യം തന്നെയാണ്. നമുക്ക് കാണാം ഈ ഒരു ഗോവണി എങ്ങനെയാണ് സ്ഥാപിച്ചിരിക്കുന്നത് നമുക്ക് കാണാം. ശരിക്കും 90 ഡിഗ്രി ആംഗിളാണ് ഇത് ഘടിപ്പിച്ചിരിക്കുന്നത്. വളരെ കഷ്ടപ്പെട്ട് അതിനകത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ വീണ്ടും തിരിച്ച് പള്ളിമുറ്റത്തേക്ക് വന്നു. ഇനി നമുക്ക് കോർബിര മൊണാസ്ട്രിയുടെ മെയിൻ പള്ളിയിലേക്ക് ഒന്ന് പോകണം. ഇഷ്ടംപോലെ ആൾക്കാരിന്ന് വന്നിട്ടുണ്ട്. ഇത് വൺ ഓഫ് ദ മേജർ അട്രാക്ഷൻസ് ആണ് അർമേനിയയിലെ കോർബിര മൊണാസ്ട്രി എന്ന് പറയുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ മെയിൻ പള്ളിയിലെ അകത്തൊക്കെ പോയി അകത്തെ കാഴ്ചകളൊക്കെ കണ്ട് ചെറുതായിട്ടൊന്ന് പ്രാർത്ഥനയൊക്കെ ചെയ്ത് ഞങ്ങൾ അവിടുത്തെ ഈ എപ്പോഴും ഞാൻ പറയുന്ന പോലെ ആ ആർക്കിടെക്ചറിൻ്റെ ഒരു ഭംഗി കണ്ട് വണ്ടറടിച്ച് നിൽക്കാനേ നമ്മളെ പോലത്തെ ആൾക്കാർക്ക് പറ്റുള്ളൂ. എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉണ്ടാക്കി വെച്ചത് ഇന്നും അതേപടി അവർ നിലനിർത്തുന്നു എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് കുറച്ച് ആൾക്കാരൊക്കെ അവിടെ ഇവിടെ ഇരിക്കുന്നുണ്ട്, മെഴുകുതിരി കത്തിക്കുന്നുണ്ട്, ഒക്കെ ചെയ്യുന്നുണ്ട്. ഒരു സാധാരണ പള്ളിയുടെ അന്തരീക്ഷം ഉണ്ട് അവിടെ. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് പുറത്തേക്ക് ഇറങ്ങി ഇതിൻ്റെ ചുറ്റുപാടും ഒന്ന് നടന്ന് കാണാനും ഒക്കെ സമയമുണ്ടല്ലോ നമുക്ക് ഇഷ്ടം പോലെ. അപ്പോൾ ഇവിടെ പല പുരോഹിതന്മാർക്ക് താമസിക്കാനും വിദ്യാർത്ഥികൾക്ക് താമസിക്കാനും ഒക്കെയുള്ള പല മുറികളും കാര്യങ്ങളൊക്കെ ഈ പള്ളിയോട് ചേർന്നിട്ട് തന്നെ ഉണ്ട്. അങ്ങനെ ഞങ്ങളതിൻ്റെ പുറകുവശത്ത് കൂടി പുറത്തേക്ക് നടന്നു. ആ പുറത്തേക്ക് നടക്കുന്ന കൂട്ടത്തിൽ നമുക്ക് കാണാം, നമ്മൾ വരുന്ന വഴിയിൽ കണ്ട വലിയ ശ്മശാനം നമുക്കവിടെ കാണാൻ പറ്റും. എത്രയോ നൂറ്റാണ്ടുകളായിട്ട് താഴ്വരയിൽ ഉറങ്ങിക്കിടക്കുന്ന ആൾക്കാരുടെ ഒരു വലിയ ശ്മശാനവും കടന്നിട്ടാണ് നമ്മൾ കോർബിര മൊണാസ്ട്രിയിലേക്ക് വരുന്നത്. അവിടുന്ന് നമുക്ക് കുറച്ച് പുറമോട്ട് പോയി കഴിഞ്ഞാൽ ഒരു ചെറിയൊരു മലയുടെ മുകളിലേക്ക് കയറാം നമുക്ക്. അവിടെ പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല. അവിടെ ഒരു കുരിശ് നാട്ടിയിട്ടുണ്ട്. ആ ഉയരത്തിലെത്തിക്കഴിഞ്ഞാൽ ഈ കോർബിര മൊണാസ്ട്രിയുടെ കുറച്ചും കൂടെ മനോഹരമായ ഒരു ദൃശ്യം നമുക്ക് കിട്ടും. അതുകൊണ്ടാണ് എല്ലാവരും മാക്സിമം അങ്ങോട്ടേക്ക് കയറി ആ ഒരു ഉയരത്തിൽ നിന്ന് കാഴ്ചകൾ കാണാൻ എന്നുള്ളൊരു താല്പര്യത്തിലാണ് എല്ലാവരും അങ്ങോട്ടേക്ക് നടന്നു കയറുന്നത്. ശരിക്കും അരാറാത്ത് പർവ്വതം മഞ്ഞു പൂടി കിടക്കുന്ന ഒരു കാഴ്ച കാണാൻ പറ്റിയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഞങ്ങൾക്കൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടിയേനെ. ആ ഒരു പശ്ചാത്തലത്തിൽ കോർബിര മൊണാസ്ട്രിയുടെ പല ചിത്രങ്ങളും കാണുമ്പോൾ അത് മിസ്സായി പോയാൽ നമുക്ക് വിഷമം തോന്നാതിരിക്കില്ല. മനോഹരമാണ്. ആ ഉയരത്തിൽ നിന്നുള്ള കാഴ്ചകൾ വളരെ മനോഹരമാണ്. താഴെ വിശാലമായ കൃഷിയിടമാണ്. ഒരു ചെറിയ കുന്നിൻ്റെ മുകളിലാണ് കോർബിര മൊണാസ്ട്രി. അങ്ങനെ വളരെ രസകരമായിട്ടുള്ള നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന തരത്തിലുള്ള കാഴ്ചകളാണ് അവിടെ മുഴുവൻ നമുക്ക് കാണാൻ പറ്റുക. ഒരു കോട്ട പോലെ കെട്ടി അതിനകത്താണ് മൊണാസ്ട്രി കോംപ്ലക്സ് സ്ഥിതി ചെയ്യുന്നത്.
അങ്ങനെ ആ കുന്നിൻ്റെ മുകളിൽ താഴേക്ക് ഇറങ്ങുമ്പോൾ ഞങ്ങൾ താഴെ ഒരു ആർമി പരേഡ് കണ്ടു. ഈ ഒരുപക്ഷെ പുതിയ റിക്രൂട്ട് ആയിരിക്കാം. അവർ പരേഡ് ചെയ്ത് പള്ളിയുടെ മുറ്റത്തേക്ക് വരുന്നൊരു കാഴ്ച ഞങ്ങൾ അവിടെ നിന്ന് കണ്ടു. അങ്ങനെ ഞങ്ങൾ കോർബിരാബിൽ നിന്ന് പോവാണ്. ഇനി അടുത്ത ഡെസ്റ്റിനേഷൻ ഏതാണെന്ന് പുള്ളിയോട് ചോദിച്ചിട്ട് വേണം മനസ്സിലാക്കാൻ. ഇവിടെ അധികം സമയം കളഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഡെസ്റ്റിനേഷൻ ഞങ്ങൾക്ക് അധികം സമയം കിട്ടാൻ സാധ്യത ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ തൽക്കാലം കോർബിരാബിനോട് വിട പറയുകയാണ്. അതെ, കോർബിരാബിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 മീറ്റർ താഴേക്ക് ഇറങ്ങേണ്ട ഒരു ഗുഹ പോലത്തെ ഒരു സംഭവമുണ്ട്. അവിടെ ഇറങ്ങുക, അതാണ് ഒരു മെയിൻ അട്രാക്ഷൻ. ഇവിടെ ഒരു ആർമിയുടെ എന്തോ പരേഡ് നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം ഞങ്ങളുടെ അപ്പുറത്തൂടെ ആർമിയുടെ ഒരു പരേഡ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ കോർബിരാബ് മൊണാസ്ട്രിയിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനായ നൊറാവാങ്കിലേക്ക് തിരിച്ചു. അധികം ദൂരമൊന്നുമില്ല, അടുത്ത് തന്നെയാണ്. പെട്ടെന്ന് തന്നെ ഡ്രൈവർ ഞങ്ങളെ അവിടെ നൊറാവാങ്ക് മൊണാസ്ട്രിയിൽ എത്തിച്ചു. ഇതൊരു വണ്ടർ വേൾഡായിട്ട് എനിക്ക് തോന്നിയത്. ചുറ്റും ചന്ദന കളറിലുള്ള മലനിരകളാണ്. അതേ ചന്ദന നിറത്തിലുള്ള ഒരു പള്ളിയാണ് അവിടെ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. ഒരുപാട് കാലം പഴക്കമുള്ളതാണ്. ഈ മലയിൽ നിന്നൊക്കെ ചെത്തി ഇറക്കി അവിടെ വെച്ചതാണെന്ന് നമുക്ക് തോന്നിപ്പോൾ കണ്ടു കഴിഞ്ഞാൽ. ഒരു കളർ വ്യത്യാസമില്ല. നല്ല ഭയങ്കര രസമുള്ളൊരു കളർ. ഈ ഒരു കളറിലുള്ള പള്ളിയൊന്നും ഞാൻ ലൈഫിൽ കണ്ടിട്ടില്ല. വേറെ ഒരു സ്ഥലത്തും നമ്മുടെ നാട്ടിൽ ഒട്ടും കാണാൻ സാധ്യതയില്ല. വേറെ എവിടെയും ഞാൻ കണ്ടിട്ടുമില്ല. വളരെ രസകരമായ ഒരു സ്ഥലമായിട്ടാണ് ഫീൽ ചെയ്തത്. അപ്പോഴത്തേക്ക് ഏകദേശം ഉച്ചയായി, ചെറിയ ചൂടൊക്കെ തുടങ്ങി, അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. ഞങ്ങളെന്തായാലും നൊറാവാങ്കിലേക്ക് കടന്നു. നിങ്ങൾക്ക് പിക്ചറിൽ കൃത്യമായിട്ട് കാണാം ആ ഒരു കളറ് ആ മലയിൽ നിന്ന് ചെത്തി ഇറക്കി വെച്ചതുപോലെയാണ്. ഇവിടെ നിർമ്മിച്ചതാണെന്ന് പോലും നമുക്ക് തോന്നില്ല. ആ മല ഇങ്ങനെ ചെത്തി വെട്ടിയിറക്കി ഉണ്ടാക്കി വെച്ചതാണെന്ന് നമുക്ക് തോന്നുള്ളൂ. അത്യാവശ്യം ആൾക്കാരൊക്കെ ഉണ്ട്. വളരെ ഡ്രൈ ആയിട്ടുള്ളൊരു ഏരിയ ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. പച്ചപ്പൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. എന്നാലും എനിക്കൊന്ന് വിൻ്റർ സീസണിൽ ചുറ്റും മഞ്ഞ് മൂടുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇതും. അർമേനിയയിൽ വിൻ്റർ സീസൺ എന്ന് പറഞ്ഞാൽ ഒരു എല്ലാ സ്ഥലത്തും സ്നോഫോൾ ഉണ്ടാവും. ഇതൊക്കെ ആ ഒരു മേഖല തന്നെയാണ്. മൊത്തം മഞ്ഞ് മൂടുന്ന ഒരു സ്ഥലം തന്നെയാണ് ഇവിടെ. ഇത്രയും മൊണാസ്ട്രീസ് പോയതിൽ നിന്നും എനിക്ക് ഏറ്റവും വ്യത്യസ്തമായിട്ട് തോന്നിയ ഒരു മൊണാസ്ട്രി എന്ന് പറയുന്നത് നൊറാവാങ്കാണ്. ഈ ഒരു കളർ കൊണ്ടും ഈ ഒരു ലൊക്കേഷൻ കൊണ്ടും വളരെ ഡിഫറെൻ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. മറ്റിടത്തൊക്കെ നമ്മൾ പോയ സമയത്ത് ഒരു കറുത്ത ടൈപ്പ് ഓഫ് കല്ലുകളും ആ ഒരു പഴക്കമൊക്കെ നമുക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഇതിൻ്റെ ഒരു കല്ലിൻ്റെ കളറും വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ചന്ദന കളർ, യെല്ലോയിഷ് ഷെയ്ഡിലുള്ളൊരു കല്ലും അതിൻ്റെ ഒരു നിർമ്മിതിയൊക്കെ ആയിട്ട് നല്ല രസത്തിൽ എനിക്ക് ഫീൽ ചെയ്തു കണ്ടപ്പോൾ. അതിൻ്റെ ചുറ്റും നമുക്ക് കാണാം ഭയങ്കര ചെങ്കുത്തായ മലനിരകളാണ്. ആ ഒരു മലയുടെ കളറും ഈ ഒരു പള്ളിയുടെ കളറും ഒക്കെ വളരെയധികം സാമ്യമുള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഞങ്ങളങ്ങനെ അവിടെ കുറച്ച് നേരമൊക്കെ ചുറ്റി നടന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് പള്ളീന് അകത്തേക്കൊക്കെ ഒന്ന് കയറാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. നമുക്ക് കാണാം താഴെ അങ്ങ് നമ്മൾ വന്ന റോഡും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഇത്രയും ഉയരത്തിലാണ് നമ്മുടെ പള്ളി സ്ഥിതി ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ ആദ്യത്തെ പള്ളിയിലേക്ക് കയറി. ഈ കോംപ്ലക്സിൽ 2 പള്ളികളാണ് ശരിക്കും ഉള്ളത്. ഞങ്ങളിപ്പോൾ ആദ്യത്തെ പള്ളിയിലേക്ക് കയറി. ഇത് കുറച്ചുകൂടെ ചെറുതാണ്. സാധാരണ എല്ലാ മൊണാസ്ട്രിയിലും നമ്മൾ കാണുന്ന പോലെ തന്നെ ഈ ഭിത്തിയിലുള്ള വിടവുകളിലൂടെ വരുന്ന വെളിച്ചം മാത്രമാണ് ഇവിടെ നമുക്ക് കിട്ടുക. പിന്നെ മെഴുകുതിരിയുടെ വെളിച്ചവും. ആദ്യം പള്ളിയിലേക്ക് അടക്കുമ്പോൾ ഒരു വിശാലമായ ഹാളും അതിനകത്താണ് വീണ്ടും മെയിൻ അൾത്താരയും വരുന്നത്. ഒരുവിധം കുറേ മൊണാസ്ട്രികളിൽ ഞാൻ അങ്ങനെയാണ് കണ്ടത്. നേരെ നമ്മൾ അൾത്താരയിലേക്കല്ല ചെല്ലുന്നത്. ആദ്യം നമ്മൾ വിശാലമായ ഒരു ഹാളിലേക്ക് ചെല്ലും. അവിടുന്ന് ഒരു വാതിൽ കടന്നിട്ടാണ് നമ്മൾ അൾത്താരയിലേക്ക് ചെല്ലുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ചിത്രീകരിച്ച് പതുക്കെ പുറത്തേക്ക് ഇറങ്ങി. ഒരുപാട് വിദേശികൾ വന്നിട്ടുണ്ടെന്ന്. അപ്പോൾ ഞങ്ങൾ അടുത്ത ഒരു പള്ളി അങ്കണത്തിലേക്ക് നടന്നു. ആ പള്ളിയാണ് കുറച്ചുകൂടെ വലുത്. ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, ഈ പള്ളിയുടെ മുകളിലേക്ക് കയറാൻ വേണ്ടി ഇങ്ങനെയാണ് സ്റ്റെപ്പ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതെന്തിനാണെന്ന് എത്ര ആലോചിച്ചിട്ട് എനിക്ക് പിടുത്തം കിട്ടിയില്ല. ഇത്രയും ബുദ്ധിമുട്ടി മുകളിൽ കയറിയിട്ട് എന്തിനാണോ ആൾക്കാരെ പ്രാർത്ഥിക്കാനായിട്ട് അനുവദിച്ചതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും ഞാൻ കഷ്ടപ്പെട്ട് ആ ഇരുമ്പ് വടത്തിലൊക്കെ പിടിച്ച് കയറി അങ്ങോട്ട്. മുകളിലെത്തി കഴിയുമ്പോൾ നമുക്ക് ആ ഉയരത്തിൽ നിന്നുള്ള കാഴ്ചകൾ കുറച്ചുകൂടെ നല്ല ഭംഗിയുള്ളതാണ്. മുകളിൽ ഒരു വലിയ അൾത്താരയൊന്നും ഒരുക്കി വെച്ചിരിക്കുന്നതായിട്ട് കണ്ടില്ല. ഒരു ഒഴിഞ്ഞൊരു ഹാളാണ് കണ്ടത്. ആ മുകളിൽ വലിയ ഗോപുരത്തിൻ്റെ ഇടയ്ക്ക് നിന്ന് വരുന്ന വെളിച്ചമാണ് ആ ഹാളിലെ മൊത്തത്തിൽ ഇത്രയും ബ്രൈറ്റാക്കി നിർത്തുന്നത്. ആ ജനലിൽ പുറത്തേക്കുള്ള കാഴ്ചകൾ നമുക്ക് കാണാം. എത്രയോ ഉയരത്തിലാണ് ആ അകലെ കാണുന്ന പർവ്വതത്തിൻ്റെ തന്നെ ഏകദേശം ഉയരത്തിലാണ് ഈ ഒരു പള്ളി സ്ഥിതി ചെയ്യുന്നത്. താഴെ റോഡിൽ നിന്നും വളരെ ഉയരത്തിലാണ് ഈ ഒരു മൊണാസ്ട്രി കോംപ്ലക്സ് ഉള്ളത്. അങ്ങനെ ആ കഷ്ടപ്പെട്ട് കയറിയ സ്റ്റെപ്പ് ഞാൻ വീണ്ടും കഷ്ടപ്പെട്ട് തന്നെ താഴേക്ക് ഇറങ്ങി അടുത്ത
പരിപാടി ആലോചിച്ചു. എന്തായാലും ഇനി ഞങ്ങൾക്ക് ഇവിടെ അധികം സമയം ചിലവഴിക്കേണ്ട കാര്യമില്ല. ഇതൊരു ഭയങ്കര അതിബൃഹത്തായ ഒരു മൊണാസ്ട്രി കോംപ്ലക്സ് ഒന്നുമല്ല. നമുക്ക് കുറച്ച് നേരം കൊണ്ട് തന്നെ വിശദമായിട്ട് തന്നെ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ചു വരാം. അങ്ങനെ ആ മൊണാസ്ട്രി കോംപ്ലക്സ് ഒക്കെ ഒന്ന് ചുറ്റി വീണ്ടും കറങ്ങി ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി ആ ഫ്രെയിം മനസ്സിലേക്ക് പകർത്തി നോറാബാങ്ക് മൊണാസ്ട്രിയോട് യാത്രയും പറഞ്ഞ് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് തിരിച്ചു. എല്ലാവരും ഞങ്ങളെ ഈ യാത്ര ആസ്വദിക്കുക, അഭിപ്രായങ്ങൾ അറിയിക്കുക. കമൻറ്റുകൾ നല്ലതായാലും മോശമായി കഴിഞ്ഞാലും തീർച്ചയായിട്ടും ഞങ്ങളെ അറിയിക്കുക. അപ്പോൾ ഇനി അടുത്ത യാത്രയിൽ കാണാം. താങ്ക് യു.